ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ ഇതാ നമ്മളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗിൽ ആവില്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടാവുക റിയയുടെ എപ്പിസോഡ് തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും റിയയുടെ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും നമ്മളെ കഥ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടാമത്തത് ഞങ്ങളിത് അതൊന്നൊരു യാത്ര പോവാണ്. അപ്പോൾ എവിടേക്കാണ് എന്താണെന്നുള്ള വിശേഷങ്ങളും ഒക്കെ ഇതാ ഈ ഒരു വീഡിയോയിലായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാം. സത്യത്തിൽ നമ്മൾ വേറൊരു വണ്ടി റെന്റിന് എടുത്തിട്ട് കാലെടുത്ത ഉമ്മാനി, അതായത് കിച്ചുവിൻ്റെ ഉമ്മാനെയും പിന്നെ എൻ്റെ ഉമ്മാനെയും അങ്ങനെ എല്ലാവരും കൂടിയും കൂട്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ ഉമ്മാക്ക് കാലുകൊണ്ട് വയ്യ, അതുകൊണ്ട് വണ്ടിയിൽ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഉമ്മ യാത്രയിൽ നിന്ന് ഒഴിവായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഉമ്മാനെയും അനുമോളെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ. അനുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ താത്താൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ താത്ത നാട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ അനുമോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഓളും കൂടിയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ കൂടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് എത്തിയ സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി എല്ലാവരും ഫുഡൊക്കെ വേറെ നിറച്ച് കഴിച്ച് പിന്നെ വീണ്ടും ഇങ്ങനെ യാത്ര തുടങ്ങാൻ കേട്ടോ. പിന്നെ ഈ യാത്രയിൽ പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സന്തോഷമുള്ള ഒരു യാത്രയാണ് വെച്ചാലും ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് എന്താ പറയുക മനസ്സും പിന്നെ കണ്ണും ഒക്കെ മരവിച്ച് പോയ ഒരുപാട് കാഴ്ചകളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ കേട്ട് ആകെ ഒരുമാതിരി ഒരു പഴയ എന്താ പറയുക ഒരുമാതിരി ഒരു അവസ്ഥയിലേക്ക് പോയിട്ടാ. ഞങ്ങൾ ഇതാ ചുരം ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട്. ആറ്റ ഇവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? ആറ്റന്റെയും ബബുലുവിന്റെയും വ്ളോഗാണ് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. കർണാടക തന്നെ അല്ലേ ബബുലു? അപ്പൊ അങ്ങനെ വെക്കേഷൻ ആയിട്ട് പപ്പ് വന്നിട്ട് ആറ്റും ബബുലും ടൂർ പോണ് ഗായ്സ്. നമ്മള് വണ്ണ് കേറിക്കൊണ്ടിരിക്കുകയാണ്, എയർബിന് വണ്ണ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് നേരെ നമ്മൾ 2 പോകും. കണ്ടാറ്റമ്മ ആ കാണുന്നതാണ് നോളജ് സിറ്റി. ആ കാണുന്നു നോളജ് സിറ്റി, പള്ളിയും എന്താ ഇതൊക്കെ ഇതാ സൂമ് ഇതാ. നമ്മള് അവിടുത്തെ റിസോർട്ടിൽ നിന്നിക്കണില്ലേ ടൈഗ്രീസ് വാലിയില്. ഞങ്ങളെടുക്കാൻ പോണ പോലെ ഫ്രണ്ടും കാണാം ബാക്കും കാണാം അല്ലേ? നമ്മള് 6 ചുരം കേറിട്ടാ. നമ്മളെ നമ്മളിത് അങ്ങനെ അതാ വെൽക്കം ടു വയനാട്. ഞങ്ങൾ വയനാട് ചുരം കയറി വയനാട്ടിലെത്തി. ഇപ്പോൾ അതാ ഒരു ഷോപ്പിൽ നിർത്തിക്കാട്ടെ. ഇവിടെ ഇവിടുത്തെ കുറേതായ പലഹാരങ്ങളും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് പിന്നെ സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഈ ഏരിയയിൽ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഉപ്പിലിട്ട ഐറ്റംസുകൾ, അതുപോലെ നാടൻ പല രീതിയിലുള്ള നാടൻ മിഠായികൾ, അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ വെറുതെ ഒന്ന് കുറേ നേരം ചുറ്റി അങ്ങനെ ഇതാ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ പെട്ടെന്ന് ന്യൂസ് വന്നത് നമ്മളെ നീറ്റ് പരീക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അനുമോള് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓളയും കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. തന്നെ ഫിനൂട്ടനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇതുവരെ ഓനൊന്ന് പുറത്ത് ഇറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് അവസ്ഥയിലായതുകൊണ്ട് പിന്നെ അതുപോലെ അനുമോളെ നീറ്റ് എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതല്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓള് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കിച്ചു വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവളെയും ഫിനൂട്ടനെയും ഒക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടായിരുന്നു. അപ്പോഴിതാ അവിടെ എത്തിച്ചോരം കയറിയപ്പോഴാണ് ഒലക്കമ്മത്ത ന്യൂസ് വന്നത്. പിന്നെ എന്താ പറയുക, നീറ്റ് പരീക്ഷ റദ്ദാക്കി, 2 ചോദ്യപേപ്പർ ഇതാക്കിയ കാരണം കൊണ്ട് റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ചെയ്യുന്ന ഓരോരോ ചെറ്റത്തരങ്ങൾ കൊണ്ട് എത്ര പാവം കുട്ടികളാണല്ലേ കഷ്ടപ്പെടുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ കാര്യം അറിയാം. അതുപോലെ തന്നെ എത്ര പാവം കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാക്കിയ എക്സാം ആയിരിക്കും നീറ്റ് എക്സാം ആയിട്ടുണ്ടെങ്കിൽ.
ആ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം അനുമോൾ ആകെ ഡെസ്പായിട്ടാണ്. ഞങ്ങൾക്കും ഏകദേശം മനസ്സൊക്കെ ആകെ വല്ലാത്തൊരു സങ്കടത്തിലായി. പിന്നെ എന്താ ചെയ്യുക, ഒക്കെ ഓരോ വിധികൾ നമ്മൾ എന്തും തരണം ചെയ്ത് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അനുമോളെ കൂളാക്കി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കട്ടാ. പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഒരുപാട് നല്ല നല്ല റിസോർട്ടുകളും അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാണുന്ന റിസോർട്ടുകൾക്കൊക്കെ അതിസുന്ദരമായിട്ടുള്ള ഒരിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പോകുന്ന ഇടത്തിൽ ഞങ്ങളവിടെ എത്താൻ നേരത്ത് ഞങ്ങൾ നേരി കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ അവസ്ഥകൾ നമ്മൾ നേരിട്ട് കണ്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്കത് കൂടുതലായിട്ട് കാണിക്കാനും അതുപോലെ പറയാനും നമ്മുടെ വീഡിയോ ലെങ്ത്തിൽ സാധിക്കൂല. അത്രയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറയാനും ഒക്കെ ആയിട്ട്. അവിടെ ആ കണ്ട ഒരു ദുരന്ത ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. കൂടെ ഇൻഷാല്ല 2 ദിവസത്തിനുള്ളിൽ നമ്മൾ റിയയുടെ ബാക്കി എപ്പിസോഡുകളും നമ്മൾ തുടങ്ങുന്നതായിരിക്കും എന്ന് അറിയിക്കുകയാണ് കേട്ടോ. പപ്പി മക്കളും കൂടി നല്ല പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് പുറം ഭാഗം ക്ലീൻ ചെയ്യലും അവിടെ പോലെ മടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടലും ക്ലീൻ ചെയ്യലും ഒക്കെ പാടിയായിട്ട് ആകെ 15 ദിവസത്തെ ലീവ് കിട്ടുകയൊളിച്ചാലും ആ 15 ദിവസം നമ്മൾ എന്തൊക്കെ കാട്ടണ്ടേ എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്ത പോലെ വന്ന് ഇതാ പോയി എന്ന് പറഞ്ഞ പോലത്തെ പോണ കുറച്ച് ദിവസങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളെ റിയയുടെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വൈകി പോകുന്നത്. കാരണം എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താ റിയയുടെ എപ്പിസോഡ് വരാത്ത, ലൈവ് അല്ല പോലും വീഡിയോ, റിയയുടെ എപ്പിസോഡ് എന്താ വരാത്ത, എന്താ വീഡിയോ വെളുക്കണമെന്നൊക്കെ എപ്പോഴും ചോദിക്കും. അപ്പം മെയിനായിട്ട് എല്ലാവരോടും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ മക്കളും ഹസ്ബൻഡും കൂട്ടും കുടുംബം ഒക്കെ പാടും ചേരുമ്പോഴാണ് നമ്മളെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ കിച്ചു ആകെ 3 മാസത്തിൽ 15 ദിവസം മാത്രം നാട്ടിലേക്ക് വരിക. അപ്പൊ ആ 15 ദിവസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും പിന്നെ അത് എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫാമിലി ടൈം കിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ കിച്ചു നാട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ എടുത്ത തീരുമാനമാണ് ഈ ഒരു 15 ദിവസം നമുക്ക് ഫാമിലിക്ക് ഇച്ചിരി മാറ്റി വെക്കുന്നത്. കാരണം നമുക്ക് എണ്ണി കിട്ടുന്ന ലീവ് പോലെയുള്ള 15 ദിവസമല്ല. എല്ലാ പ്രവാസി നമ്മളെ റിയ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും പ്രവാസി കുടുംബങ്ങളാണ്, പ്രവാസിമാരെ ഭാര്യമാരാണ്, പ്രവാസിമാരെ മക്കളാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഫീൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ അവരൊക്കെ തന്നെ പപ്പാന് 15 ദിവസം കിട്ടുന്നത് പോരാന്ന്. ഇപ്പൊ 15 ദിവസത്തിൽ ഇപ്പൊ ഏകദേശം 13 ദിവസത്തോളം കഴിഞ്ഞ്, ഇനി 14, 15 ഇപ്പൊ ഇന്നേ വീഡിയോ ഇറങ്ങുമ്പോ ഇനി ലാസ്റ്റ് 2 ദിവസം മാത്രമേ കിച്ചു പോകാൻ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. ഞായറാഴ്ച തിങ്കളാഴ്ച ലെവലിൽ കിച്ചു പോവും. അപ്പോൾ 17-ാം തീയതി പോവും. അപ്പോൾ എന്താ പറയാ, അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞങ്ങൾ. കാരണം നമുക്ക് ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് എത്രത്തോളം നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാന്നുള്ള ലെവലിൽ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അപ്പം എന്തായാലും ഞങ്ങൾ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതൊക്കെ പോയി വന്ന് അല്ലേ, നല്ല അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോണതും വരുന്നതും വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു സമയം പോലും സത്യത്തിൽ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് സമയം എന്താ പറയാ, ചാനലിന് വേണ്ടിയിട്ട് ഞാൻ സത്യത്തിൽ ഈ ഒരു 15 ദിവസം ചാനലിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ നിന്നതാണ് കേട്ടോ, ഒഴിവാക്കി വിട്ടതാ. പക്ഷേ നമുക്ക് കാണിക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്കൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തുന്ന ചാനലാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ സമയത്ത് നമ്മൾ എത്ര തിരക്കാണ്, നമുക്ക് എന്താ അസുഖമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു എക്സ്ക്യൂസ് കിട്ടാത്തൊരു കാര്യം. അപ്പൊ ആ ഒരു ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്നത്തെ ഇതിൽ ഈ ഒരു വിശേഷങ്ങളും കൂടി പറയാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു 5 ബ്യൂട്ടി പ്രൊഡക്റ്റിന് ഇപ്പോൾ നല്ല ഓഫർ റേറ്റിൽ കിട്ടുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ട് ഒന്നത് മൈബ്ലെയിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, എനിക്ക് എല്ലാ ഷെയ്ഡും. അപ്പൊ അവിടെ പപ്പി മക്കളും കൂടി നല്ല പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് പുറം ഭാഗം ക്ലീൻ ചെയ്യലും അവിടെ പോലെ മടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടലും ക്ലീൻ ചെയ്യലും ഒക്കെ പാടിയായിട്ട് ആകെ 15